അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം പാലിക്കേണ്ട മര്യാദകളെപ്പറ്റിയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വയറു നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കലിനെ അവൻ ഉപേക്ഷിക്കണം. വയറ് പൂർണ്ണമായും നിറഞ്ഞതിന് ശേഷമല്ല അവൻ ഭക്ഷണം ഉപേക്ഷിക്കേണ്ടത്, മറിച്ച് പൂർണ്ണമായും വയറു നിറയുന്നതിന് മുമ്പ് ഭക്ഷണം അവൻ കഴിക്കലിനെ ഉപേക്ഷിക്കുക. രണ്ട്, ഓരോ വിരലുകളും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഊമ്പി വൃത്തിയാക്കണം, അതും പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ ടവല്, പേപ്പർ പോലുള്ളവ കൊണ്ട് അവൻ തുടക്കണം. മറ്റൊരു കാര്യമാണ് വീണുപോയ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തു കഴിക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, വീണുപോയ ഭക്ഷണം എടുത്തു കഴിക്കുന്നവന് ജീവിതത്തിൽ ഐശ്വര്യവും അവൻ്റെ മക്കളിൽ ആരോഗ്യമുണ്ടാവുകയും ചെയ്യും. അതുപോലെ മറ്റൊന്നാണ് കൈ കഴുകണം, പല്ലുകളുടെ ഇടവൃത്തിയാക്കണം. പല്ല് കുത്തുക പോലത്തെ കാര്യങ്ങളെ കൊണ്ട് പല്ലുടെ ഇടവൃത്തിയാക്കലാണ്. പല്ലുകളുടെ ഇടയിൽ നിന്നോ മറ്റു വസ്തുക്കൾ കൊണ്ട് കുത്തിയെടുത്ത അവശിഷ്ടങ്ങൾ വിഴുങ്ങാതിരിക്കലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നാവ് കൊണ്ടെടുത്തത് വിഴുങ്ങുന്നത് കൊണ്ട് കുഴപ്പം ഇല്ല. വായ കുപ്പിളിക്കുക, അതുപോലെ പാത്രം തുടച്ച് വൃത്തിയാക്കുക, പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കുടിക്കുക. ഒരാൾ തുടച്ച് വൃത്തിയാക്കുകയും ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കുടിക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് ഒരടിമയെ മോചിപ്പിച്ചതിൻ്റെ കൂലി കിട്ടും എന്നും മഹാന്മാർ അവിടെ പഠിപ്പിക്കുന്നത് കാണാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ പഠിച്ച മറ്റൊരു കാര്യമാണ് അൽഹംദുലില്ലാ എന്ന് നമ്മൾ ചൊല്ലണം. ഹറാമ് ഹലാൽ കലർന്ന ഭക്ഷണമാണ് ഒരാൾ കഴിച്ചത് എങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അല്ലാഹുമ്മ ലാ തജഅൽഹു ഖുവ്വത്തൻ ലനാ അലാ മഅസിയതിക് എന്ന് അവൻ ചൊല്ലണം. അതുപോലെ പാത്രം എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് എഴുന്നേൽക്കാതിരിക്കലും പ്രത്യേകം സുന്നത്താണ്. നമുക്ക് ഭക്ഷണം തന്ന വ്യക്തിക്ക് ദുആയിരുന്നു കൊടുക്കുക. ഇതൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെയ്യേണ്ട മര്യാദകളിൽപ്പെട്ടതാണ്. അതുപോലെ മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക. അതേപോലെ തന്നെ ഭക്ഷണാനന്തരം ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടുന്ന് സൂറത്തുൽ ഖുറൈശും ഈലാഫി ഖുറൈശും തുടങ്ങിയിട്ടുള്ള ആ സൂറത്തുൽ ഖുറൈശും അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസും അവിടെ പാരായണം ചെയ്യലും പ്രത്യേകം സുന്നത്താണ് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ, മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ വിശ്വപ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് കാണാം.